ഹലോ താര എന്റെ അടുത്ത് പറഞ്ഞ കേസിട്ട് ഓടി പിടിച്ചിട്ട് കരിമ്പുലിയെ കൊണ്ടുവന്നിട്ടുണ്ട്. കരിമ്പുലി ഇപ്പൊ പെർഫോം ചെയ്യുമ്പോ കാര്യം പറയാൻ തോന്നുന്നു. ഞാനൊന്നു കരയുമ്പോൾ കൂടെ കരയുന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം. അച്ഛന്റെ വണ്ടി വെച്ചിട്ട് പോടാ. അവന്റെ കാട്ടിലെ കരിമ്പൂറി കാട്ടിലെ കാര്യം അതുവരെ മറ്റേ കണ്ണാ വിളിച്ച് കാട്ടിലെ കരിമ്പുലിയെ പെർഫോം ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ശർമാജി ഹലോ ബ്രോ ഇത് നമ്മുടെ കുറച്ച് പിള്ളേരാണ്. ബ്രോന് വേണ്ടി സർപ്രൈസ് എന്തോ ഒരുക്കിയിട്ടുണ്ടെന്ന് പറയാം. ബ്രോ ആരാണ് നിങ്ങളുടെ പേരെന്താ? ഞാൻ ഇവരിൽ ഇത്തിരി പ്രായമുള്ള ഒരാളാണ്. പേരെന്താന്നാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ ചോദിച്ചത്. അങ്ങനെ ചോദിച്ചതല്ല, അവന്റെ ടോൺ എങ്ങനെയാ? ബ്രോ ആരാണെന്ന് ചോദിച്ചത്, അങ്ങനെ ചോദിച്ചതല്ല. എന്താ പേരെന്താ? ഫർഹാൻ അക്തർ. ഓക്കെ. അക്തറിന്റെ ആരെങ്കിലും വേണം? നമ്മളെ ഇവിടെ ചെറിയൊരു സിനിമ പ്രൊഡക്ഷൻ കമ്പനിയും ഉണ്ട്. സിനിമ പ്രൊഡക്ഷൻ കമ്പനി. ഓക്കെ. എന്താണ് അതിന്റെ പേര്? ഇവിടെ VLZ പ്രൊഡക്ഷൻ. ഓക്കെ. നമ്മളിതിന് മുമ്പ് വേറൊരു ലോകത്ത് വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏത് ലോകത്ത്? സിയോൺ ലോകം. ഓർമ്മയുണ്ട്. സിയോൺ ഓർമ്മയുണ്ട്. അവിടെ ഈ സിനിമ പ്രൊഡക്ഷനായി നമ്മള് തിയേറ്ററിൽ പടം കണ്ടത്. മനസ്സിലായി. ഇപ്പോഴാണ് ആളെ പിടി കിട്ടിയത്. അന്ന് പടം കഴിഞ്ഞിട്ട് പോയതാ. എന്നെ വെച്ചിട്ട് നല്ല തുണ്ടോടെ നല്ലൊരു പടമൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ വിളിച്ചില്ല കേട്ടോ എന്നെ. എല്ലാവരും പോയി അവിടെ. ഇപ്പൊ സിനിമയൊക്കെ ഔട്ട്. ഇപ്പൊ സ്വന്തമായിട്ട് നമുക്ക് വെബ് സീരീസ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്. സീരീസ് ഉണ്ടല്ലേ? വരുന്നുണ്ട്. നമുക്കൊരു ആപ്ലിക്കേഷൻ ഒക്കെ ഇറക്കട്ടെ. നമുക്കൊരു എക്സ്ക്ലൂസീവ് ആപ്ലിക്കേഷൻ ഒക്കെ ഇറക്കി അതിൽ മാത്രം ഇടാം. അതാണ് നല്ലത്. അപ്പൊ അതിനാണ് മാർക്കറ്റ്. അപ്പൊ എന്തായിരുന്നു പരിപാടി? എന്തായിരുന്നു? നമ്മളെന്തിനായിരുന്നു വിളിച്ചത്? ഒരു ചെറിയ പരിപാടി. നമ്മള് അണ്ണന് വേണ്ടി ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് 100 മാർക്ക് കൊടുക്കണം. അണ്ണ ഒരു മാർക്ക് കൊടുക്കണേ അവർക്ക്. മാർക്കോ? എന്താ മാർക്ക് ഇടാരായ? അല്ല 100-ല് അണ്ണ എത്ര മാർക്ക് കൊടുക്കണം? കണ്ണാപ്പീനെ വിളിച്ച് ഞാൻ തൂറ് വിളിക്കും കേട്ടാ. 3 ദിവസം അവന്റെ പരമോന്ത കണ്ട് ഞാൻ വെറുത്ത് ജീവിതം. ടൊമാറ്റോ മിലിറ്ററി ബേസ് പരിപാടി. എടാ ഇതിന്റെ അത് ഫിക്സ് ചെയ്താണോ തരുന്നത് എനിക്ക് പുറവശം? എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ബ്രോങ്കോയും വന്ന് ബെൻസെക്സും വന്ന്. ആ മഞ്ഞ കളർ തന്നെയാണോ? അണ്ണാ നമ്പർ പ്ലേറ്റ്. എടാ ഇത് നോക്ക്. നമ്പർ പ്ലേറ്റ് അണ്ണാ. ലെറ്റ്സ് ഗോ ബ്രോ. താങ്ക് യു. എന്റെ പോലെ ഈ ഓ കേറട്ടെ. ഇതിന്റെ സൗണ്ട് തുടങ്ങിയേ. ശബ്ദം ഇതിന് ഗ്ലാസ് ഇല്ല.
വിഷയം ബ്രോ. ഇതിന് ഗ്ലാസ് ഇല്ല. ചെറിയൊരു ബഗ് ഉണ്ട്. ഗ്ലാസ് പൊക്കിയിടാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഇരിക്കുന്ന ആരാണ്? റെഡിയാക്കും ഓക്കെ 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 ഓക്കെ. പരിധി കാരണം ഓ അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സോ മച്ച്. ഞാൻ ഈ സാധനം കുറെ നാളായിട്ട് കൊണ്ടുവരണോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഓ പറ 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 പറ. ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. അവിടെ ഒന്നും കേൾക്കൂല, വണ്ടിയുടെ സൗണ്ട്. ഗംഗ കമ്മട്ടിപ്പാട 40 റുപ്പീസ്. അണ്ണ ഒരു 50 തരുമോ? ഉമ്മ ഗംഗ ബ്രോ. ബ്രോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. അതെ വണ്ടി ഇറക്കാൻ നമ്മൾ കഷ്ടപ്പെട്ട കണ്ണാപ്പി ബോബോയ് മാറിയില്ലേ? കണ്ണാപ്പിയും ബോബോയ് മാറിയില്ലേ? മാറിയില്ലേ? പിന്നെ പുറത്ത് വർക്ക് ചെയ്തേക്കണ ആ കോട്ടിട്ട പയ്യനാണ്. ആ കോട്ടിട്ട പയ്യനാണ് വർക്ക് ചെയ്തേക്കുന്നത്. ഞാൻ വണ്ടി കാണിച്ചു കൊടുത്തതേ ഉള്ളൂ. അണ്ണ ഒരു ഗിഫ്റ്റ് ഫണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തത് ഈ തലയിലെ ക്രിസ്മസ് ഒക്കെ വെച്ചാണ്. ഓ എടാ താങ്ക് യുടാ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ആ ഗ്ലാസും കൂടെ സെറ്റ് ആക്കിയ സെറ്റ് ആണ്. ഓക്കെ അല്ല ഗ്ലാസ് ഓക്കെ 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 ഓക്കെ. ഗൈസ് 15K വാച്ചിങ്, 10K ലൈക്ക്. നിങ്ങൾ ആരും ലൈക്ക് അടിക്കാത്ത എന്ത്? മുനിയണ്ടി ബാബാ എടാ താങ്ക് യു താങ്ക് യു ഏട്ടാ.